ബ്രിട്ടനിലാകെ ഇപ്പോൾ വിലാപമാണ്. ഫുട്ബോൾ ഈസ് കമ്മിങ് ഹോം എന്ന് പാടി നടന്ന ഇംഗ്ലീഷുകാരുടെ നെഞ്ചത്തേക്ക് അർജന്റീന എന്ന ലാറ്റിൻ അമേരിക്കൻ കരുത്തന്മാർ അടിച്ചുകയറ്റിയത് 2 വെടിയുണ്ടകളാണ്. ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് സെമി ഫൈനലിൽ തോറ്റ് ഇംഗ്ലണ്ട് ലോകകപ്പിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഗ്യാലറിയിലിരുന്ന തലയിൽ കൈവച്ച് വിതുമ്പുന്ന ഇതിഹാസ താരം ഡേവിഡ് ബെക്കാമിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കരളലിയിക്കുന്ന കാഴ്ചയായി മാറുന്നത്. ആരാധകർ മാത്രമല്ല, കളി കഴിഞ്ഞതും ഇംഗ്ലീഷ് താരങ്ങൾ മൈതാനത്ത് കിടന്നുരുണ്ട് അലമുറയിട്ട് കരയുകയായിരുന്നു. 1966 ശേഷം ഒരു ലോകകപ്പ് ഫൈനൽ കളിക്കുക എന്ന അവരുടെ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പാണ് ഇതോടെ വീണ്ടും തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. തോൽവിക്ക് പിന്നാലെ കളിക്കാരെയും കോച്ചിനെയും കുറ്റപ്പെടുത്തി ആരാധകരും രംഗത്ത് വന്നിട്ടുണ്ട്. 1 ഗോളിന് മുന്നിട്ട് നിന്നുകൊണ്ട് ഇംഗ്ലണ്ട് ആരാധകർ ഫൈനൽ ഉറപ്പിച്ച് തുടങ്ങിയിടത്തുനിന്നാണ് അർജന്റീന തങ്ങളുടെ വിശ്വരൂപം പുറത്തെടുത്തത്. കളിയുടെ അവസാന നിമിഷങ്ങളിൽ അർജന്റീന ഇംഗ്ലീഷ് പ്രതിരോധത്തിന്റെ നെഞ്ച് കീറിമുറിച്ചു. അർജന്റീനയുടെ എൻസോ ഫെർണാണ്ടസ് സമനില ഗോൾ വലയിലാക്കിയപ്പോൾ ഇംഗ്ലീഷ് ക്യാമ്പിൽ മൗനം പടർന്നിരുന്നു. ആ സമയത്ത് ഗ്യാലറിയിലിരുന്ന ബെക്കാമിന്റെ മുഖം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ തകർന്നു പോയ എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു പാവം ആരാധകനായിരുന്നു അദ്ദേഹം അപ്പോൾ. മരണക്കയറായ 2ാം ഗോളിനും നെഞ്ചു തകർന്ന ഇംഗ്ലീഷ് ആരാധകർ സാക്ഷിയായി. ഇതിലും വലിയ ദുരന്തം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ലൗട്ടാരോ മാർട്ടിനസ് ഇംഗ്ലണ്ടിന്റെ നെഞ്ചിലേക്ക് ആ വിജയ ഗോൾ കൂടി അടിച്ചുകയറ്റിയപ്പോൾ ബെക്കാം മുഖം പൊത്തി കരയുകയായിരുന്നു. കുടുംബത്തിനൊപ്പമാണ് ബെക്കാം കളി കാണാൻ എത്തിയിരുന്നത്. ഈ ഒരു തോൽവിയുടെയും പുറത്താകലിന്റെയും വേദന ഡേവിഡ് ബെക്കാമിനേക്കാൾ നന്നായി അറിയാവുന്ന മറ്റാരുമില്ല. വർഷങ്ങൾക്ക് മുൻപ് 1998 ലോകകപ്പിൽ അർജന്റീനയ്ക്കെതിരായ മത്സരത്തിൽ ചുവപ്പ് കാർഡ് വാങ്ങി പുറത്തു പോയപ്പോൾ ഇംഗ്ലണ്ട് ആരാധകരുടെ മുഴുവൻ ശത്രുതയും ഏറ്റുവാങ്ങിയ ആളായിരുന്നു ബെക്കാം. അന്നത്തെ ആ കറുത്ത ഓർമ്മകളും ഇന്നത്തെ ഈ ദയനീയ തോൽവിയും ബെക്കാമിന്റെ ഉള്ളുലച്ചിട്ടുണ്ടാകും എന്ന് തീർച്ചയാണ്. മത്സരത്തിന് ശേഷം ഇംഗ്ലീഷ് താരങ്ങൾ പിച്ചിൽ കിടന്ന് വിതുമ്പുന്ന ദൃശ്യങ്ങൾ കടുത്ത ഫുട്ബോൾ വിരോധികളുടെ കണ്ണ് നനയിക്കുന്നതായിരുന്നു. ഇംഗ്ലണ്ടിന്റെ കിരീടമോഹങ്ങളെല്ലാം ഇതോടെ അവസാനിച്ചു. എന്തായാലും അർജന്റീന ആരാധകർ വിജയം അർമാദിച്ച് ആഘോഷിക്കുമ്പോൾ തോറ്റു തുന്നം പാടിയ ഇംഗ്ലണ്ട് ടീമിനെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ എയറിലാക്കിയിരിക്കുകയാണ്. ഒപ്പം ബെക്കാമിന്റെ ആ നിസ്സഹായ മുഖം ഒരു വിങ്ങലായി ഫുട്ബോൾ ലോകത്ത് അവശേഷിക്കുന്നുണ്ട്. ലോകകപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 തകർത്ത് അർജന്റീന ഫൈനലിലേക്ക് മുന്നേറിയതിനു പിന്നാലെ കായിക ലോകത്തെ രാഷ്ട്രീയ കൊടുങ്കാറ്റിലേക്ക് തള്ളിവിട്ട് വലിയ വിവാദവുമുണ്ടായി. മത്സരശേഷം അറ്റ്ലാന്റയിലെ മൈതാനത്ത് വിജയാഘോഷം നടത്തുന്നതിനിടെ അർജന്റീനിയൻ താരങ്ങളായ ലസാൻഡ്രോ മാർട്ടിനസും ജിയോവാനി ലോ സെൽസോയും ചേർന്ന് രാഷ്ട്രീയ പ്രാധാന്യമുള്ള വലിയൊരു ബാനർ പരസ്യമായി ഉയർത്തി കാണിക്കുകയായിരുന്നു. സ്പാനിഷ് ഭാഷയിൽ ലാസ് മാൽവിനാസ് സൺ അർജന്റീനാസ്, അതായത് ഫോക്ലാൻഡ്സ് ദ്വീപുകൾ അർജന്റീനയുടേതാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ ബാനറാണ് താരങ്ങൾ ഉയർത്തി കാണിച്ചത്. പിന്നീട് മറ്റ് അർജന്റീനിയൻ കളിക്കാരും ഈ ആഘോഷത്തിൽ പങ്കുചേർന്നു. ഫോക്ലാൻഡ് വിഷയവുമായി ബന്ധപ്പെട്ട ബാനറുകൾക്കോ പതാകകൾക്കോ സ്റ്റേഡിയത്തിൽ ഫിഫ മുൻകൂട്ടി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ വിലക്കുകളെല്ലാം കാറ്റിൽ പറത്തിയാണ് താരങ്ങൾ മൈതാനത്ത് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത്.